അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് രേവതി സമ്പത്തും സോണിയ മൽഹാറും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. പരാതി നൽകാനില്ല, പക്ഷേ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ മൊഴി നൽകുമെന്ന് സോണിയ മൽഹാർ പറഞ്ഞു. മുൻപുണ്ടായ പല തിക്താനുഭവങ്ങളും കാരണമാണ് പരാതി നൽകാത്തത്. അത്രമേൽ ദുരിതം സിനിമാ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നും രേവതി സമ്പത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വേണ്ടി വന്നാൽ സഹകരിക്കും. പിന്നെ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ സിനിമാ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവത്തിലുണ്ട് എന്നുള്ളത് പറയാൻ എവിടെയും ഞാൻ പറയും. കാരണം അതുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടാനോ വെറുതെ പറയുന്നൊരു അലിഗേഷൻ അല്ല. ചുമ്മാ ഒരു അലിഗേഷൻ നടത്തിയിട്ട് നാളെ നമ്മൾ ഇലക്ഷനും നയിക്കാൻ പോകുന്ന ആൾക്കാരല്ല. സർക്കാരോ കോടതിയോ ആര് വിളിച്ചാലും ഞാൻ കണ്ട കാര്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറാണ്. പരാതി കൊടുക്കാത്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അതിനുള്ളൊരു സാധ്യതയില്ല. പിന്നെ ആ വ്യക്തിയോട് ഇപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചൊരു വ്യക്തിയോട് ആ ദിവസം തന്നെ അദ്ദേഹം മാപ്പ് പറയുകയും പിന്നെ ഞാനത് ഇത്രയും വർഷമായി 2013 ഞാൻ ആ വിഷയം വിട്ടു. ഇപ്പോൾ അവർ ഒരു വാക്കുകൊണ്ട് പോലും, ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇപ്പോഴും, അപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വൃത്തികെട്ട മെസ്സേജിലേക്ക് ഒന്നും പോയിട്ടില്ല. വളരെ റെസ്പെക്റ്റോടാണ്. ആ റെസ്പെക്റ്റ് ഞാൻ കരഞ്ഞു മേടിച്ചൊരു സാധനമാണ്. എനിക്ക് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്താണെന്നുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. കുറച്ച് ചിന്തിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഒരു സെക്കൻഡ് തോട്ട് എടുക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് വന്നത്? മുമ്പത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് വന്നത്. അപ്പം കേസ് നമുക്കിവിടെ ഫസ്റ്റ് ടൈം ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒന്നല്ലല്ലോ. ഓൺ ഗോയിങ് ആയിട്ടുള്ള കുറേ കേസുകളുണ്ട്, അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനോടുള്ളൊക്കെ ഒരു നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേസിൽ പോലും എന്താണ് നിലപാടെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല, ഒന്നും തന്നെ പുതിയ കാര്യമല്ല. അപ്പം ലെറ്റ്സ് സീ, ഞാനൊന്ന് നോക്കട്ടെ, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യട്ടെ. അതിനനുസരിച്ച് എനിക്ക് പേഴ്സണലി വേണം എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണെങ്കിലും അത് മൂവ് ഓൺ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പോലീസ് സംഘം വിളിപ്പിച്ചാലും അന്വേഷണത്തിനായിട്ട് വിളിപ്പിക്കട്ടെ. ഞാൻ ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടായിരിക്കും. അങ്ങനെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യട്ടെ, കാര്യങ്ങളെല്ലാം ചോദിക്കട്ടെ. ഇതുവരെയും എനിക്കിതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്താണെന്നുള്ള ഞാനും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തൊക്കെ എടുക്കാൻ എനിക്കും കുറച്ച് സമയമാവുമല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവരും തന്നിട്ടുള്ളത്, ഹോപ്പ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഹോപ്പ്ലെസ്സിൽ നിന്ന് ഹോപ്പ് എന്നൊരു രീതിയിലേക്ക് വരാൻ നമുക്കും അതിൻ്റെതായുള്ള സമയം വേണം എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ. ഗോകുൽനാഥാണ് നമ്മുടെ കൂടെ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ തങ്ങൾക്കുണ്ടായ ദുരിതാനുഭവങ്ങളും തങ്ങളുടെ നിലപാടും അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോഴും നമ്മൾ പറഞ്ഞത്. അന്വേഷണം ഉണ്ടെങ്കിൽ അതുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ശ്രീലേഖ മിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പരാതി നൽകിയാൽ മാത്രമേ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് മാറിയിരിക്കുന്നത്. അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ്. ഇവരെല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളുമായിട്ടും സഹകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ അന്വേഷണം മുന്നിലേക്ക് പോകുക? പ്രത്യേകിച്ച് സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും ഒക്കെ കാര്യം, ആ രാജിയൊക്കെ ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? പൂജ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന മണിക്കൂറിനകം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളാണ്, നിരവധി അഭിനേതാക്കളാണ്. ഒപ്പം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, കാസ്റ്റിംഗ് ഡയറക്ടർമാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, സിനിമയുടെ വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ നിരന്തര ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രേവതി സമ്പത്തും അതേപോലെ തന്നെ സോണിയ മൽഹാർ അടക്കമുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമാർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ആരോപണങ്ങളുമായി എത്തിയിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ നമ്മൾ എടുത്തു വായിക്കേണ്ട രണ്ട് രാജികളാണ്. അത് ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്തിന്റെ രാജിയും ഒപ്പം AMMയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന സിദ്ദിഖിന്റെ രാജിയുമാണ്. ഇതിൽ സിദ്ദിഖിനെതിരെയും ഒപ്പം രഞ്ജിത്തിനെതിരെയും ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കം ചേർന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം 7-അംഗ പോലീസ് ടീമിനെയാണ് ഈ കേസ് പഠിക്കാനും അന്വേഷിക്കാനും, അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾ തങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ ഒപ്പം ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ആ വീട്ടിൽ ക്രൈംബ്രാഞ്ച് അധ്യക്ഷതയിലുള്ള സംഘത്തെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരടക്കം പെടും. എന്തായാലും കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഒരു പഠനമോ അല്ല നടക്കുക, മറിച്ച് ഇപ്പോൾ സമൂഹ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പഠിക്കുക. എന്തായാലും പ്രസ്തുത ടീമിൽ H. വെങ്കടേഷ് ആണ് നേതൃത്വം നൽകുക. ഒപ്പം G. സ്പർജൻ കുമാർ അടക്കമുള്ള, അതായത് പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ, ADGP ക്വാർട്ടേഴ്സിന്റെ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് SP മെറിൻ അടക്കമുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്.